ഇന്നലെ രാത്രിയില് ഇവിടെ അക്കയുടെ ഇവിടെ ആയിരുന്നു. ഇവിടെ അക്കയുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്, ഐ സ്പെഷ്യലിസ്റ്റ് ആണ്. ഡോക്ടർ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങള് ഇന്ന് ഒരു രാത്രി കിടന്നിട്ട് അക്കയുടെ കിടന്ന് തിരിച്ചു പോവാണ്. ഞങ്ങൾ അക്കയെ കാണാൻ ഇടയ്ക്കിടയ്ക്കാണ് വരും. എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകുമ്പോൾ നേരത്തെ ഇവിടെ മേളിലാണ് താമസം. ഇപ്പൊ ഞങ്ങൾ വന്നാൽ അക്കയുടെ ഇവിടെ ഒരു ദിവസം കിടക്കുന്നെങ്കിൽ അക്കയുടെ ഇവിടെ സ്റ്റേ ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ അക്കയുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകും. ഇപ്പൊ അക്ക ചോദിക്കുന്നത് കന്യാകുമാരിലെങ്ങും പോകാൻ വരുന്നില്ലേ, അവിടെ പോകണ്ടേ കാണണ്ടേന്നൊക്കെ. അക്കാന്ന് പറഞ്ഞ് ഭയങ്കര തിരക്കാ അവിടെ നിന്ന്. തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരും. അപ്പൊ അക്കയിടക്ക് വീണ്ടും വരും. നാറുപോലെ വന്നാൽ അക്കയെ കാണാതെ പോകുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അക്കയിടക്ക് വന്നിട്ടേ പോകത്തുള്ളൂ. പിന്നെ നമുക്ക് വീണ്ടും കാണാം. അവരൊക്കെ ഇങ്ങനെ വരത്തില്ലേ, ജൂണില് വരും. അന്നേരം നോക്കട്ടെ. അപ്പൊ ശരി, ഞങ്ങൾ താമസിച്ച സ്ഥലം ഇവിടെ കാണിച്ചു തരാം. അപ്പൊ അക്ക ബൈ. അക്ക ഇവിടെ, ഞങ്ങൾ വേണ്ടി ഇവിടെയാണ് താമസിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും വലിയ കമ്പനി ആയത്. അപ്പൊ ഞങ്ങള് അതിന് കായുണ്ടോ? ഇല്ലല്ലോ. തൈയായിരുന്നു വേണ്ടതിന്റെ, തൈയില്ല. അപ്പൊ ശരിയാക്ക, ഒരിക്കൽ കൂടെ ബൈ, വിളിക്കാം. ഇവിടെ പച്ചക്കറിയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വില കുറച്ച് കിട്ടും. നല്ല ഫ്രഷ് പച്ചക്കറികൾ. ഞങ്ങൾ നേരത്തെ ഇവിടെ താമസിക്കുന്ന സ്ഥലത്തുണ്ട് ഈ കാണുന്ന പച്ചക്കറി കടയിൽ തന്നെ പച്ചക്കറി വാങ്ങിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ അവിടെ തന്നെ പോയി കുറച്ച് പച്ചക്കറി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരട്ടെ. ഞങ്ങൾ വേണ്ട പോകുന്ന സ്ഥലമുണ്ട്, ചുങ്കാങ്കട എന്ന് പറയും. നമ്മൾ നാഗർകോവിലിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോകുന്ന നാഗർകോവിലിൽ വലിയ ദൂരമൊന്നുമില്ല, ഒരു 3-4 കിലോമീറ്ററിനകത്ത് വരുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ സൈഡിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം ചൂരലിന്റെ ഉണ്ട്, അതുപോലെ ചട്ടിയും മൺപാത്രങ്ങൾ ഇത് കണ്ട് ഫുള്ള് അതിന്റെ കടകളാണ് ഇവിടെ. അത് എനിക്കൊന്ന് എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ പഴയ നേരത്തെ ഒന്ന് വാങ്ങിക്കാൻ സാധനങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുന്ന് മൺചട്ടിയും മൺകലും ഒക്കെ വാങ്ങിച്ചോണ്ട് പോകുമായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലേക്കാൾ ഇച്ചിരി കൂടെ വില കുറവില്ല ഈ സാധനങ്ങളെല്ലാം കിട്ടും. ഏത് മോഡലുകളിലും ഫുള്ള് മൺപാത്രങ്ങൾ മാത്രമേ മൺപാത്രങ്ങൾ മാത്രമല്ല, നമുക്കിവിടെ കല്ലിന്റെ ഈ ഒരളല്ലോ ഇടികല്ല് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ കിട്ടും. മൺപാത്രങ്ങൾ കാണാം കേട്ടോ ഇവിടെ നല്ല വിശേഷം. പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങൾ കണ്ടോ, നല്ല മലകളുണ്ട്, ഇതൊക്കെ നല്ല വെള്ളം പോലെ വയല്, നല്ല സ്ഥലം കാണാൻ നല്ല സ്ഥലങ്ങളാണ് ഇവിടൊക്കെ. കലത്തിനും ചെളി എടുക്കുന്നല്ല ഇതിനകത്തൊക്കെ ഇവിടുന്നൊക്കെ ചെളി എടുത്ത് അവര് തന്നെ ഉണ്ടാക്കി അവരുടെ കടകളിൽ വെച്ച് വിൽക്കുമ്പോൾ അതിന്റെ അതുപോലെ പാലക്കാട് നിന്ന് സാധനങ്ങളൊക്കെ അവിടെ ചുങ്കാങ്കട കിട്ടും. പക്ഷെ അതിന് നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിലെ വിലയൊക്കെ തന്നെ. ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് പല വെറൈറ്റി, പല മോഡലിലുള്ളതും വെറൈറ്റി ആയിട്ടുള്ള ചട്ടിയും കലം ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ. അങ്ങനെ ഞങ്ങളിവിടെ ഒന്ന് വാങ്ങിക്കുമായിരുന്നു. ഇപ്പം ആരെങ്കിലും നിങ്ങൾ നാഗർകോവിൽ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ, കന്യാകുമാരി നാഗർകോവിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ചുങ്കാങ്കട ഇറങ്ങുക, നല്ല ചട്ടി കിട്ടും. അത് വേണമെന്നവർക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഇനിയും നമുക്ക് വഴിയുള്ള കാഴ്ചകൾ കണ്ടു പോകാം. ഞാൻ ഒരുപാടൊന്നും പറയാത്ത, നിങ്ങൾ ഞാൻ അങ്ങുഞ്ഞൊക്കെ ഇച്ചിരി പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. വീഡിയോയ്ക്ക് നീളം കൂടി എന്ന് പറയുന്നത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറയാവുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പച്ചക്കറി വാങ്ങിയാൻ പോയിരുന്നല്ലോ. ഞങ്ങൾ ഇച്ചിരി നല്ല ഫ്രഷ് പച്ചക്കറി ഉണ്ട്, മുറിക്കാത്തായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം. അതിന് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കയറുന്ന കടയിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് ഒക്കത്തില്ല. സാധനം വാങ്ങിയോ വീഡിയോ എടുക്കുമോ അതൊന്നും എന്നെ കൊണ്ടൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോഴല്ലോ പറയുന്നതൊക്കെ ഞാൻ തന്നെ ആയതുകൊണ്ടാണ് ഡ്രൈവ് ചെയ്തുകൊണ്ട് പറയേണ്ടി വരുന്നത്. പിന്നെ കൂടെ നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ ഫോട്ടോഗ്രാഫർ കൂടെ കൊണ്ടാട്ടോ. അല്ലാതിരിക്കുമ്പോ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി വഴിയെ കാണാം. ഞങ്ങള് കേട്ട് അവിടെ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ നമ്മുടെ ബൈപ്പാസ് റോഡ് വെക്കാൻ നല്ല സൂപ്പർ റോഡാണ് കേട്ടോ ഓടിച്ചോണ്ട്. നേരെ മോന്റെ ഇടയ്ക്ക് കയറി ഇങ്ങോട്ട് വന്നപ്പോൾ റെസ്റ്റ് എടുത്താൽ അങ്ങോട്ട് പോകുമ്പോൾ റെസ്റ്റ് എടുത്തേ പോകുന്നുള്ളൂ. പിള്ളേരവിടെ ഇല്ലെന്നതാണ് തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ റെസ്റ്റ് എടുക്കാമല്ലോ. അതിൻ്റെ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്ത് വെച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വല്ല ഫുഡും ഒക്കെ കഴിച്ച് വെച്ച്, പിള്ളേരില്ലാത്തതുകൊണ്ട് ഫുഡും ഒന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് ഫുഡും ഒക്കെ കഴിച്ച് വെച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് നിന്ന് ബൈപ്പാസ് റോഡിൽ നിന്ന് സർവീസ് റോഡിലോട്ട് ഞങ്ങളാണ്ട് തിരുവനന്തപുരത്തെത്തി. ബൈപ്പാസ് റോഡിൽ നിന്ന് സർവീസ് റോഡിലാണ് എലിവേറ്റർ ഹെലുവയാണ് ഇപ്പുറത്ത് കാണുന്നത്. അപ്പം നമ്മൾ സർവീസ് റോഡിൽ കൂടെ കയറി കഴക്കൂട്ടത്തെ തിരിയണം മോൻ്റെ വീട്ടിലോട്ട് പോകണമെങ്കിൽ. അപ്പം അങ്ങനെ നമ്മളവിടെ കയറി മോൻ്റെ വീട്ടിലൊന്ന് പോയി റെസ്റ്റ് എടുത്ത്
അരമണിക്കൂർ റെസ്റ്റ് എടുത്തൊക്കെ പോകാമെങ്കിലേ യാത്ര കണ്ടിന്യൂസ് യാത്ര വരത്തില്ല. അവരവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. അവിടെ കാണത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അകത്ത് കയറാനുള്ള കുഴപ്പമൊന്നുമില്ല. താക്കോൽ ഞങ്ങളിലുണ്ട്, ഞങ്ങൾക്ക് അകത്ത് കയറാം. അപ്പോൾ ഫുഡും അവിടെ കാണത്തില്ല. ഞങ്ങൾക്ക് അവിടെ പോയി റെസ്റ്റ് എടുത്ത് വെച്ച് വെളിയിൽ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കേണ്ടി വരും. അതും കൂടെ കഴിഞ്ഞ് വെച്ചാണ് ഇനിയുടെ പോകാൻ. ഇനി നമുക്ക് പോകുന്ന ബാക്കി കാര്യങ്ങൾ അതിന് വീട്ടിൽ ചെന്നിട്ടൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ പറയാം. ഞങ്ങൾ വേണ്ട മോൻ്റെ എടുക്കാൻ വന്ന് 1 മണിക്കൂറിന് റെസ്റ്റ് എടുത്ത് കിടന്ന് മയങ്ങി. ഊണ് കഴിച്ചിട്ടില്ല ഇതുവരെ. ഇനി ഞങ്ങൾക്ക് ഊണ് കഴിച്ചേച്ച് വേണം ബാക്കി യാത്ര തുടങ്ങാൻ. 2:30 ആയതുകൊണ്ട് ഊണ് എവിടെയും കിട്ടുമോ തന്നില്ല. ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറും. ശനിയാഴ്ച വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറത്തുള്ളൂ. വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഊണും കഴിഞ്ഞ് വെച്ച് നമുക്ക് പോകാം. എവിടെ കയറുന്നൊക്കെ ഉള്ളവരും കയറിയിട്ട് പറയാം എവിടെ ഏത് ഹോട്ടലിലാണ് കയറുന്നൊക്കെ ഉള്ളവർ. നമുക്കിനി യാത്ര തുടങ്ങാം. ഞങ്ങൾ വേണ്ട ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുന്ന അവിടെ അറിയാം തഞ്ചാവൂർ കിച്ചൺ. കുറേ കാലം കൊണ്ട് വിചാരിക്കുന്നു ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് നോക്കണം. വെജിറ്റേറിയൻ ഫുഡാണ്, എങ്ങനെയുണ്ടെന്ന് അറിയാൻ. നമുക്ക് ഒന്ന് കയറി ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയതുകൊണ്ട് ധൈര്യമായിട്ടുള്ള തൈർ സാധനം കിട്ടും. നല്ല തൈർ സാധനം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കാൻ നോക്കാം. അല്ലെങ്കിൽ പിന്നെ എന്താ മീൽസ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ തൈർ സാധനം, അതല്ലെങ്കിൽ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങിച്ച് കഴിക്കാം. ഞങ്ങൾ തഞ്ചാവൂർ കിച്ചണിൽ കയറി. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഞങ്ങൾക്ക് ഇവിടെ ഊണ് കിട്ടിയില്ല. തൈർ സാധമാണ് കിട്ടിയത്. എങ്കിലും അതേ നമുക്ക് തൃപ്തിപ്പെടാം. തൈർ സാധമൊക്കെ നല്ല ടേസ്റ്റാണ്, വയറിനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് ഇച്ചിരി അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടി നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. തഞ്ചാവൂർക്ക് ഒത്തിരിക്കാലം കൊണ്ട് വിചാരിക്കും നടന്ന് കയറി ഫുഡ് കഴിക്കണമെന്ന്. ഇന്ന് കിട്ടിയപ്പോഴേ അതെങ്ങനത്തെ അടുത്ത ഫുഡ് എങ്ങനെ നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. കൊള്ളാം, കുഴപ്പമില്ല. വിശപ്പ് ഉള്ളതുകൊണ്ടല്ലോ കൂടുതൽ ടേസ്റ്റൊന്നും നോക്കുന്നില്ല. ഞങ്ങളെന്തായാലും ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. കഴിച്ച് തീർത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. എങ്ങനെയുണ്ട്? തഞ്ചാവൂർ കിച്ചണിൽ കയറി ഫുഡും ഒക്കെ കഴിച്ച് വെച്ച് ഇനി ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുക. ബൈപ്പാസ് വഴി കയറി എളുപ്പം ഓടിച്ചു പോകാനൊക്കെ റോഡ്. ഹൈവേയിൽ നേരെ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മുടെ കൊട്ടിയത്ത് ഇന്നലെ എന്തോ റോഡിന് എന്തോ പ്രശ്നമുണ്ടായി. ഹൈവേ പണിഞ്ഞുകൊണ്ടിട്ട് ഇടിഞ്ഞു താന്നോ ഏതാണ്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് പറയുന്ന കേട്ടു. എന്നാലും ഞങ്ങൾ വന്നതിന് ശേഷമാണത്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാനൊക്കാത്തതുകൊണ്ട് കല്ലമ്പലത്ത് വന്നിട്ട് ഞങ്ങൾ MC റോഡ് കയറി ചുറ്റിക്കറങ്ങിപ്പോകാനായിട്ടാണ് പോകുന്നത്. നമ്മൾ കിളിമാനൂർ എന്ന് കയറുമെന്നാണ് പറയുന്നത് ഈ റോഡ്. നമുക്ക് എന്തായാലും നോക്കാം എവിടെ ചെന്ന് കയറുമെന്ന്. ബാക്കി റോഡ് നമുക്ക് ഇനി MC റോഡ് വഴി പോയി നോക്കാം. എന്തായാലും ഇത്രയൊക്കെ പറ്റിയില്ലേ, വീട്ടിൽ ചെല്ലണ്ടായിരുന്നു. നമുക്ക് നേരെ കിളിമാനൂരിൽ വരാം. എല്ലാ റോഡും കണ്ടു പോകണം. MC റോഡും കണ്ടു, നാഗർകോവിൽ റോഡും കണ്ടു, മറ്റേന്താ കൊട്ടിയം റോഡില്ലേ, അവിടുന്ന് കുണ്ടറ കൊട്ടിയം വഴിയുള്ള റോഡ്, ആ റോഡും കണ്ടു, ഹൈവേയും കണ്ടു. ഇതാണ് ഉലകം ചുറ്റും വാലിബൻ അല്ലേ? പെട്രോളിന് വിലക്കുറവായത് അല്ല, ഇതൊന്നും പോകാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. ഇതൊക്കെയല്ലേ ഉള്ളു വഴി. വീട്ടിലെത്തട്ടെ. കൊട്ടിയത്ത് നിന്ന് കറങ്ങുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഇത്. MC റോഡ് വഴി നേരെ പോരാന്ന് വെച്ചാല് വെഞ്ഞാറമ്മൂട് ബ്ലോക്ക്, ഹൈവേ കൂടെ പോകാന്ന് വെച്ചാൽ കൊട്ടിയം ബ്ലോക്ക്. പിന്നെ എങ്ങനെ പോകും? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വഴിക്കൂടെയൊക്കെ തിരിഞ്ഞും പിരിഞ്ഞൊക്കെ പോകണം. അറിയാവുന്ന വഴിയൊക്കെ ചുറ്റിക്കറങ്ങി അറിയാൻ മേത്ത വഴി പഠിച്ച് നമ്മൾ പോകും. പിന്നെ ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഈ വീഡിയോ ഞാൻ ഇടുന്നത് എൻ്റെ ഒരു ചെറിയൊരു അറ്റംപ്റ്റാണിത്. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഞാൻ ഈ പാചകം തന്നെ ഇട്ടിട്ട് വരുമ്പോഴേ എല്ലാവരും പറയും പാചകം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലെന്ന് പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പോകുന്ന സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോ എന്താ ഇടാത്തത്? ഇത് പോകുന്ന സ്ഥലം മാത്രം വീഡിയോ ഇടാൻ മാത്രമുള്ള അല്ലാത്തതുകൊണ്ട് ഇതുവരെ ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാമെന്ന് വെച്ചത് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്തൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ നേരിട്ടോ എന്നെ അറിയിക്കുക. ഇനി എങ്ങനെ നന്നാക്കണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരാം. ഞാൻ തിരിയാം. അപ്പം നമുക്ക് നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയെ കുറിച്ചുള്ള കമന്റുകളും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കിനി വഴി കണ്ടുപിടിച്ച് പോകുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. കണ്ടുപിടിച്ച് പോകാം. ചോദിച്ചു പോകാം. നോക്കി ഇവിടെ ആയിരിക്കും ലെഫ്റ്റ് തിരിയട്ടെ.
അവിടെ എങ്ങോട്ടൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. Follow the road for 5 kilometers. ഇപ്പൊക്കെ പറഞ്ഞ പോലെ അവര് പറയുന്ന പോലൊക്കെ ഞാൻ അനുസരിക്കുക. അവസാനം ഞങ്ങള് കിളിമാനൂരെത്തി, MC റോഡിലെത്തി. നേരെ അടൂർ കൊട്ടാരക്കര അടൂർ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് പലരോടും ചോദിച്ചും പറഞ്ഞും കിലോമീറ്റർ ഞങ്ങൾ അവസാനം സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ വിജയകരമായിട്ട് കിളിമാനൂരെത്തി. MC റോഡ് വഴി കൊട്ടാരക്കര അടൂർ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഓടി പലരോടും ചോദിച്ചും പറഞ്ഞും ഒരു പുതിയ വഴിയും കണ്ടുപിടിച്ച് ഇവിടെ വരെ എത്തി. എന്നാലും കൊട്ടിയത്തെ ആ ഒരു കാര്യത്തിൽ ഒരു റോഡ് വീണാൽ നമുക്ക് തന്ന പണിയല്ലേ, നല്ലൊരു പണിയായിപ്പോയി. ഈ സമയം ഗൂഗിളമ്മച്ചിയും കൂടെ തന്ന പണിയപ്പോ ശരിയായി. ഇതിനേക്കാൾ പണിയൊന്നും തന്നില്ല, വഴി അതിലേ കൂടെ ഉള്ളായിരുന്നു. നമ്മള് വഴി കൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞു ഒരു ഇതിന് കിളിമാനിൽ എത്തുന്നില്ല 5-6 കിലോമീറ്റർ അപ്പുറത്തൊന്നും ഇതാ നിങ്ങൾ പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞ് നിങ്ങളെ വെച്ച് പറഞ്ഞു കളഞ്ഞു. അവിടെ മുഴുവൻ ഞങ്ങൾക്ക് ചോദിച്ചും പറഞ്ഞും വരേണ്ടി വന്നു. അതുകൊണ്ടപ്പോ ഇനി നമുക്ക് വീടെത്താറാകുമ്പോഴൊക്കെ കാണാം. ഞങ്ങള് കൊട്ടാരക്കര ഇനി കടൂര് പോണമായിരിക്കില്ലേ? കൊട്ടാരക്കര ചെന്ന് അടൂർ വഴി പോവാം, അതല്ലെങ്കിൽ പറഞ്ഞേക്കാ വഴി പോവാം. കാരണം അവിടെ ചിലപ്പോൾ ട്രാഫിക്കിന്റെ സമയത്തിനൊക്കെ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ റൂട്ട് നോക്കാം. ഇനി നമുക്ക് വീട്ടിൽ ചില്ലറ ഇതിനിടയ്ക്ക് ചായ കുടിക്കണമായിരിക്കില്ലേ? ചായ കുടിക്കുന്നൊക്കെ ആരോഗ്യത്തിനല്ല. ഇടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തും, ഇടയ്ക്ക് റെസ്റ്റും ആകും, ഉറപ്പവും മാറും. എനിക്ക് ഉറപ്പൊന്നും വരുന്നില്ല ഇപ്പൊ. ഇന്ന് ഈ പുതിയ വഴിയൊക്കെ പഠിച്ചപ്പോഴേ ഉറപ്പൊന്നും വരുന്നില്ല. അപ്പൊ ഇനി നമുക്ക് അങ്ങ് എല്ലാ റാമ്പഴൊക്കെ വീട്ടിൽ ചെല്ലാറുമ്പോഴത്തേക്ക് എനിക്ക് ചായ കുടിക്കാൻ നേരത്തൊക്കെ കാണാം. അങ്ങനെ എൻ്റെ നാഗർകോവിൽ യാത്രയൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരം നാഗർകോവിലെല്ലാം കറങ്ങി തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. നല്ല യാത്രാക്ഷീണമുണ്ട്. 12 മണിക്കൂറോളം വണ്ടി ഓടിച്ച് എത്തിയതാണ്. ഇടയ്ക്ക് റെസ്റ്റ് എടുത്തൊക്കെയാണ് വന്നത്. അങ്ങനെ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചില്ല, ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുത്ത്. കാരണം 12 മണിക്കൂറായി യാത്ര ഇറങ്ങിയിട്ട് നാഗർകോവിൽ കേട്ടിട്ട്. അപ്പം ഇനി നമുക്ക് വല്ലതും കഴിച്ചേച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണം. അതുകൊണ്ട് നമ്മൾ തൽക്കാലം വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിനകത്ത് ഈ 2 വീഡിയോയിൽ ഒരുപാട് അപാകതകൾ കാണും. എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങളും ചൂണ്ടിക്കാണിച്ചു തന്നാൽ അടുത്തൊരു തവണ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ കണക്കാക്കി വീഡിയോ എടുക്കാം. അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നതിന് വരേക്കും ടാറ്റാ, ബൈ ബൈ.